നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള 6 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഹായ്, ഞാൻ സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ച് ആൻഡ് സ്പിരിച്വൽ ഹീലർ. സുഹൃത്തുക്കളെ, പല ബിസിനസ് ഓണേഴ്സ് പല നിലക്കും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അവരുടെ ബിസിനസ്സിനെ അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. പല കസ്റ്റമേഴ്സും ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവർ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നില്ല, സ്ഥാപനം നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല നിലക്കും ബുദ്ധിമുട്ട് പറയുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ 6 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വളർത്താൻ കഴിയും. ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് സ്ട്രെങ്തൻ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഷോപ്പുള്ളത് അടുത്ത ഷോപ്പ് ആക്കേണ്ടത് എങ്ങനെ എന്ന് ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് അതിനേക്കാളും പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ് അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നത് ആണ് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിനെയും ഇവരുടെ റിവ്യൂസ് കൊണ്ട്, ടെസ്റ്റിമോണിയൽസ് കൊണ്ട്, ഇവരുടെ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് സെയിം സംരംഭം മറ്റൊരു സിറ്റിയിൽ പോയി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾറെഡി നമ്മളടുത്ത് ഉള്ള കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സത്യത്തിൽ അവരുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് ബാധിച്ച് പലരും നമ്മൾ എത്ര ബിസിനസ് തുടങ്ങിയാലും നമുക്കതിനെ വളർത്താൻ, ഇംപ്രൂവ് ചെയ്യാൻ പലപ്പോഴും കഴിയാതെ വരും. അതുകൊണ്ട് ഈ പോയിന്റ് വളരെ പ്രധാനമാണ്. ഇതിൽ നമ്മൾ എന്താണ് ഈ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ് ടു ബിൽഡ് ലോയൽറ്റി. അവരുടെ നമുക്ക് നന്നായി സർവീസ് കൊടുക്കാം. ചില സ്ഥാപനത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആസ് എ ക്ലയൻറ്റോ ആസ് എ കസ്റ്റമറോ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു സ്മൈല് തരാൻ പോലും പലപ്പോഴും സെയിൽസ് എക്സിക്യൂട്ടീവ് ഉള്ള ആളുകൾക്ക് ട്രെയിൻ കൊടുത്തിട്ടുണ്ടാകുന്നില്ല. അവർ ആ നിലയ്ക്ക് ട്രെയിൻഡ് അല്ലാതെ ചിലപ്പോൾ ക്യാഷിലിരിക്കുന്നത് ഓണറായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഓണർ റിലേറ്റഡ് ആയ ആളുകളോ അല്ലെങ്കിൽ അതിനുള്ള എംപ്ലോയി ആയിരിക്കാം. പക്ഷെ അവർ പോലും ക്യാഷ് എടുക്കുമ്പോൾ പോലും മുഖം നോക്കാത്ത ക്യാഷ് എടുക്കുന്ന ആ ബില്ല്, നമ്മളിങ്ങനെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ക്യാഷിൻ്റെ അടുത്ത് പോയപ്പോൾ ക്യാഷ് വാങ്ങുമ്പോൾ മുഖം പോലും നോക്കാതെ, ഒരു സ്മൈല് പോട്ടെ, മുഖത്തിന് ഒരു ഐ കോണ്ടാക്റ്റ് പോലും തരാതെ നമ്മളിന്ന് പൈസ വാങ്ങുന്ന എത്രയോ ബിസിനസ് ഓണേഴ്സ് നമ്മൾ കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഇത്തരം ആളുകൾക്ക് ഒരു ലെവൽ മുതൽ മറ്റൊരു ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. കാരണം ഈ കസ്റ്റമർക്ക് ഏറ്റവും പ്രധാനമായി ഇവർ ഫുഡ് കൊടുക്കുന്നതോ മറ്റോ കൊടുക്കുന്നതല്ല, അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുക, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവരുടെ ഒരു സ്മൈൽ ചെയ്യുക, അതുമാത്രമല്ല അവർക്ക് വേണ്ടി സർവീസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ചില സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോളജ് ഉണ്ടാവില്ല. ചിലപ്പോൾ അതിനെ യൂസ് ചെയ്യാനുള്ള നോളജോ അതിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട നോളജ് നമുക്കുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ എടുത്ത ബിസിനസ് സ്ഥാപനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് അതൊക്കെ നമ്മൾ ആ ബുക്കിൽ കൊടുത്ത് നിങ്ങൾ ബുക്ക് വായിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നേരെ കമ്പനിക്ക് വിളിച്ചോളൂ, നിങ്ങൾ കസ്റ്റമർ ഇങ്ങനെ വന്ന് നമുക്ക് ടെക്നിക്കലി ആൻസർ തന്ന് ചിലപ്പോൾ ഇനി ഈ സ്ഥാപനത്തേക്ക് നമ്മൾ കടന്നു വരൂല, ഈ സ്ഥാപനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യൂല എന്ന നിലയ്ക്കൊരു മൈൻഡ് സെറ്റോട് തിരിച്ചു പോകുന്ന വിധത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന എത്രയോ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് ബിസിനസ് വളർത്താൻ കഴിയില്ല. കസ്റ്റമർ ചിലപ്പോൾ നമ്മുടെ അത് ജോബ് അല്ലെങ്കിലും അതിന് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ എടുത്ത ആളുകൾക്ക് അത്ര നോളജ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർക്ക് അതിനെ മനസ്സിലാക്കി കൊടുത്ത് ആരാണോ അത് സർവീസ് ചെയ്തു കൊടുക്കുന്നത് അവരിലേക്ക് ഒരു കണക്ട് ചെയ്യിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സപ്പോർട്ടും കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ഏതെല്ലാം നിലക്ക് കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ആ വഴികൾ സ്വീകരിക്കണം. ലോകത്ത് വിജയിച്ച സംരംഭകരുടെ എല്ലാവരുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർ കസ്റ്റമർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയവരാണ്, അവരെ സന്തോഷിപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ നിലക്ക് വളരാൻ പറ്റിയത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എൻഗേജ് വിത്ത് കസ്റ്റമേഴ്സ് ത്രൂ പേഴ്സണലൈസ്ഡ് ഇമെയിൽസ്. നമുക്ക് ചിലപ്പോൾ അവരുടെ ഡാറ്റ, അവരുടെ ഇമെയിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ അവർ വാങ്ങിയതിന് ശേഷം അവർക്കൊരു താങ്ക്സ് ലെറ്ററോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും
ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വരി ഉണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പേഴ്സണൽ ഇമെയിലും കൂടി അവർക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇമെയിലിനേക്കാൾ കൂടുതൽ വാട്സപ്പ് ആണല്ലോ ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പിലൂടെയോ അല്ലാതെ നെറ്റ്വർക്കിലൂടെയോ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു, അവർക്കത് സന്തോഷം ഉണ്ടാക്കുന്നു. അതിലൂടെ അവർ മറ്റുള്ള കസ്റ്റമേഴ്സിലേക്ക് അവർ പറയുന്നു, ഞാൻ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇന്നാലിന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർവീസ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് അവർ നല്ല നിലക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് അവിടെ ആ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, അവിടെ ആ മാർക്കറ്റിങ്ങിലൂടെ പുതിയ കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയോ നമ്മളെ സർവീസിനെ പറ്റിയോ നമ്മളെ ബിസിനസ് സ്ഥാപനത്തെ പറ്റിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ, നമ്മൾ പറയുന്നതിനേക്കാൾ, അതിൻ്റെ പോസിറ്റിവിറ്റി നമ്മൾ പറയുന്നതിനേക്കാൾ, നമ്മൾ പറയുമ്പോൾ എപ്പോഴും അവർ മറ്റൊരു പെർസ്പെക്റ്റീവിലാണ് കാണുക. അത് അവരുടെ ബിസിനസ് സ്ഥാപനം ആയതുകൊണ്ട് അവർ പറയുന്നതായിരിക്കാം, അത് അങ്ങനെ നടന്നോളണമെന്നില്ല എന്ന് ചിന്തിച്ചെന്നവർ. പക്ഷേ നമ്മളടുത്ത് വാങ്ങിയ, നമ്മളെ സർവീസ് വാങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയ ഒരു കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റിനെയോ സർവീസിനെ പറ്റി മറ്റൊരാളോട് പറയുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവാണ് ആകുന്നത്, കൂടുതൽ റിസൾട്ടാണ് നമുക്കത് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് ഒരു ബിസിനസ് ഓണേഴ്സ് ആദ്യമായി ഫോക്കസ് ചെയ്യേണ്ടത്. ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് എൻഹാൻസ് യുവർ ഓൺലൈൻ പ്രസൻസ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇത് ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ, എല്ലാം ഓൺലൈനിലാണ്. ഇപ്പോൾ പരസ്യങ്ങൾ പഴയ കാലത്തെ പരസ്യം പോലെയല്ല. പഴയ കാലത്ത് നമ്മൾ പോസ്റ്റ് ഒട്ടിക്കുമായിരുന്നു, ന്യൂസ് പേപ്പറിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആഡ് കൊടുക്കൽ, വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ലോകത്തിലുള്ള മിക്ക ആളുകളും ഓൺലൈനിൽ ആക്റ്റീവാണ്, സജീവമാണ്. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഒന്നിരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇമെയിൽ, ഏതിലാവട്ടെ അവർക്ക് ഫെമിലറായ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒന്നിലധികം പ്ലാറ്റ്ഫോമിലൊക്കെ അവർ വളരെ ആക്റ്റീവാണ്. ആളുകളുടെ മാക്സിമം ടൈം അവർ അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസൻസ് ഓൺലൈനിലൂടെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബിസിനസ്സിനെ നമുക്ക് വളർത്താൻ കഴിയും. ചില ആളുകൾ പഴയ മൈൻഡ് സെറ്റോടുകൂടെ, ഇല്ല ഞാൻ എൻ്റേത് ഓൺലൈൻ, എൻ്റെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഞാൻ ആഡ് കൊടുക്കൂല, ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കൂല, ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കൊടുക്കൂല, ഞാൻ ഓൺലൈൻ സ്റ്റോറിലൂടെ സെല്ല് ചെയ്യൂല, മാർക്കറ്റ് പ്ലേസിലൂടെ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്യൂല എന്നൊക്കെ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ അവരുടെ ബിസിനസ് വളരുകയില്ല, അവർക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ: ഒപ്റ്റിമൈസ് യുവർ വെബ്സൈറ്റ്. ഒരു സ്ഥാപനത്തിന് വെബ്സൈറ്റ് വേണം, നിർബന്ധമായിട്ട് വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ SEOയിൽ കണക്റ്റ് ആയിട്ട് വേണം. നമ്മൾ എവിടെ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് അവർക്ക് പെട്ടെന്ന് അവൈലബിൾ ആവണം. ആ വെബ്സൈറ്റ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കണം. അതിനൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൻ്റെ വിദഗ്ധർ നമുക്കതിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു തരും, അതിനുള്ള വഴികൾ അവർ പറഞ്ഞു തരും. അതിനുവേണ്ടി നമുക്ക് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു സ്റ്റാഫ് അതിനു വേണ്ടി നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാനും അതുപോലെ സ്പെഷ്യലി നമുക്ക് SEO സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാഫുകളെ വെക്കുമ്പോൾ വലിയൊരു സാലറി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും വർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കല്ല ഫ്രീലാൻസറായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മളെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അതിനനുസരിച്ച് അവേഴ്സ് ബേസിൽ അവർക്ക് പേ ചെയ്താൽ മതിയാവും. അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്യുക. അതുപോലെ എൻഗേജ് ഓൺ സോഷ്യൽ മീഡിയ. നമ്മൾ എൻഗേജ് ചെയ്യുക. നമ്മളെ പ്രൊഡക്റ്റ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കണം. നമ്മുടെ സർവീസ് എപ്പോഴും ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് ആളുകൾ കൂടുതൽ നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യുകയും നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അവർ വാങ്ങുകയും ചെയ്യും. ഇതിൽ പ്രത്യേകമായി മറ്റൊരു കാര്യം പറയാനുള്ളത്: കൺസിഡർ ക്രിയേറ്റിംഗ് വാല്യബിൾ കണ്ടന്റ് ലൈക്ക് ബ്ലോഗ്സ് ഓർ വീഡിയോസ് ടു അട്രാക്ട് പൊട്ടൻഷ്യൽ ക്ലയൻറ്റ്. എപ്പോഴും നമ്മൾ നല്ല പൊട്ടൻഷ്യലായ ക്ലയൻറ്റിനെ ആകർഷിക്കണമെങ്കിൽ നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് നമ്മളെടുത്തുള്ളത്, എന്താണോ സർവീസ് ഉള്ളത്, അതിനെപ്പറ്റി നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വാല്യബിളായ കണ്ടന്റ് അതായത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്താണ്, ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ സയൻറ്റിഫിക്കലായി പ്രൂവ്ഡായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ലീഗലിയായ വിഷയങ്ങൾ എന്താണ് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ബ്ലോഗ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വീഡിയോസ്, ഇതിനെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിലുള്ള ബെനിഫിറ്റ് എന്താണ് ഇതിൻ്റെ ഇത് ഉപയോഗിക്കാത്ത ആളുകൾക്ക് കിട്ടാൻ പോകുന്ന പെയിൻ പോയിന്റ് എന്താണ്, ആളുകളുടെ നീഡ്സിനെ ഇത് എങ്ങനെ കവർ ചെയ്യും, ആളുകളുടെ വാണ്ട്സിനെ ഇത് എങ്ങനെ കവർ ചെയ്യും, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റോ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുകയും അത് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് നമ്മളോടൊരു വിശ്വാസ്യത, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും അവർ കൂടുതൽ നമ്മളെ പ്രൊഡക്റ്റോ സർവീസ്ക്കോ അട്രാക്റ്റ് ആകുകയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുമെന്നതാണ് ഒരു കാര്യം.
അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, സ്പിരിച്വൽ ആക്ടിവിറ്റി എന്തൊക്കെയാണ് നമ്മളെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സയ്യിദ് ഉമർ സഖാഫി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ വിഷയവുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.